നമ്മൾ ഇല്ലിക്കക്കല്ലി പോയിട്ട് എല്ലാം കഴിഞ്ഞ് ഇനി ഇല്ലവിളാം പൂഞ്ചാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് പോകുന്ന ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ട് അപ്പോൾ അത് കാണാൻ ഇറങ്ങിയേക്കാണ് ഗൈസ് നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മൾ പൂഞ്ചിറ എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാം ഗൈസ്. ഗൈസ് ഇതാണ് സ്ഥലം. ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താണ് അദ്വൈതി പറയാനുള്ളത്? കാണാൻ പോകുന്നില്ല എന്നാലും ഒന്നും പറയാനില്ല. ഇവരാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ. ഇവൻ്റെ വണ്ടിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ആ കിടക്കുന്നതാണ്. ജീപ്പ് സർവീസ് ഉണ്ട്, പക്ഷെ നമ്മൾ ജീപ്പിലൊന്നും പോകുന്നില്ല ഗൈസ്. നമ്മൾ പോവാണ് ഒള്ളി ഗൈസ്. അത്ര നടന്നു നമ്മൾ ഗൈസ്. ഇവിടെ കാണാനുണ്ടായിരുന്നു പക്ഷേ നമ്മളെത്തിയിരിക്കുന്നു ഗൈസ്. കുറച്ച് പട്ടികളുണ്ട് ഗൈസ്, പട്ടികളുണ്ട് ഗൈസ്. ചെറിയ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ പോവാണ്. ഇവിടെ നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് നല്ല കാറ്റ് ഗൈസ്, നല്ല കാറ്റ്. ഗൈസ് ഗൈസ് ഇതാണ് പൂഞ്ചിറ വൈബ് ഗൈസ്, പൂഞ്ചിറ വൈബ്. 6 ഓടിക്കൂടിയാണ് ഗൈസ് നമ്മൾ വന്നത്. ഗൈസ് ഇതാണ് പൂഞ്ചിറ വൈബ്. നമുക്കൊരു പ്രത്യേകമുണ്ട്. പോകുന്നൊരു സ്ഥലം കണ്ട് നല്ല കാറ്റുണ്ട്. ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഗൈസ്. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. പോവാം ഗൈസ്. ഇത്രയും കണ്ട ചിന്തിക്കാൻ പറ്റിയ പറഞ്ഞു എന്താ എന്ത് ഫീലായിരിക്കും? പ്രകൃതി ഇത്രയും ഭംഗി എന്ത് തോന്നുന്നു ടൂറിനത്തെ പറയും? അത് സത്യം കൊള്ളാം അല്ലേ? സത്യം പറഞ്ഞാലോ ഇല്ലിക്കയിലെ ഓട്ട് ഒറ്റ ചാനൽ കാണാൻ പറ്റിയില്ല. ഇവിടെ എന്തെങ്കിലും കാണാൻ കഴിയും. അങ്ങോട്ട് പോകാൻ പറ്റും, എല്ലായിടത്തും പോവാം. ചേട്ടാ മതി പോലീസ് വാറന്റ് സ്റ്റേഷൻ മണ്ടയ്ക്ക് അങ്ങോട്ട് ഓക്കേട്ടാ. മണ്ടക്കോടാണ് ഗൈസ്. 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞു ചേട്ടൻ. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണിത്. ഇതെല്ലാം നോക്കിയിട്ടൊക്കെ ഉള്ളൂ ഇങ്ങോട്ട് വരാവുള്ളൂ. വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈസ് വരിയാണ്. ബൈക്കുകൾക്കാണെങ്കിൽ ഇവിടം വരെയൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് നടന്ന് തന്നെ ഉള്ളൂ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ജീപ്പിന് ഇവിടം വരെ വരാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ഇത് വേണം നമുക്ക് പോവാൻ. ഗൈസ് ഇതാണ് പൂഞ്ചിറ ലേക്ക്. ഇതാണ് ഗൈസ്. നമ്മൾ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കയറി ഒത്തിരി ഇപ്പോൾ കയറി 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും കാണിച്ചില്ല ഗൈസ്. നമ്മുടെ വ്ളോഗിൽ ഏറ്റവും പ്രത്യേകം ആക്കുന്നത്
നമ്മളിവിടെ സെലിബ്രിറ്റി ഉണ്ട് പെരേരയുള്ള ഡൂപ്പ് ഗൈസ്. ഈ കയറി പോകുന്നതാണ് പെരേര ഡൂപ്പ് ഗൈസ്. ആരെങ്കിലും ഛർദ്ദിക്കുമത് ഇവൻ പറഞ്ഞു ഛർദ്ദിരോ അതെന്താണെന്ന് അറിയത്തില്ല ഗൈസ്. 3 തവണയാണ് ഗൈസ് ഛർദ്ദിച്ച് 3 തവണ. എന്നാ കണക്കില്ല ഗൈസ്, കണക്കില്ല. എടുത്തോണ്ട് മോനെ ഇതാണ് അത് ഗൈസ്. അവനെ നമ്മൾ അവൻ്റെ മറ്റവന്മാർ വന്നിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇല്ലാത്തവരുടെ പേരൊക്കെ പറയുന്നത്. പിച്ചുമ്പയൊക്കെ പറയണത് ഇപ്പോഴും നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഗൈസ്. മനസ്സ് അവിടെ വെച്ചിട്ട് ശരീരമായിട്ടാണ് കിരൺ വന്നിരിക്കുന്നത് ഗൈസ്. പറയാൻ മറന്നുപോയി, അലൻ ജോസ് പെരേര ഡൂപ്പിൻ്റെ പേര് കിരൺ ഷാജി എന്നാണ്. ആർക്കെങ്കിലും ചെറിയ ചെറിയ പരിപാടിക്ക് ഈ വ്ളോഗിൻ്റെ കാര്യം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയണ്ടല്ലോ അല്ലെങ്കിൽ അല്ലേ വേണ്ട. ഇവിടുത്തെ പുതിയ പോലീസ് സ്റ്റേഷൻ വയർലെസ് സ്റ്റേഷനാണ്. നമ്മൾ പഴയ സ്റ്റേഷൻ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് പുതിയതാണ് പുതിയത്. ഇവിടെ ഗോ എൻട്രി എന്നൊക്കെയാണ്, അറിയില്ല ഗൈസ്. എത്താറായി ഗൈസ്. ഗൈസ് എത്തി. പൂഞ്ചാറിലെത്തിയിരിക്കുന്നു. എത്തിയിരിക്കുകയാണ്. ചില്ലിംഗ് ടൈമാണ്. എങ്ങനെയുണ്ട് പൂഞ്ചാർ? കിരണേ എങ്ങനെയുണ്ട് പൂഞ്ചാർ? കിരണിനെ വിളിച്ചേ. വിജയ് പൂഞ്ചാർ പൂഞ്ചാറുണ്ട്. ഇനിയും ഉണ്ടെന്നാ ഇവിടുന്ന് പറയുന്നേ. നമ്മൾ പോവുകയാണ്. എടാ പോവാൻ പറ്റൂടാ ഗൈസ്. ആ വരുന്നവരോട് പൂജര വന്നിട്ട് ഒരു പാറയുടെ മണ്ടയ്ക്ക് ഒരു വൈബ് കിട്ടാനില്ല അല്ലേ? കിരൺ ജോസ് പെരേര ആണ് ഇവര്. ഇപ്പൊ എന്തോ ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ സെർച്ച് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ നാളത്തെ ഇന്റർവ്യൂവിനെ കുറിച്ച് പാട്ടുണ്ടാക്കോ. നല്ല സിനിമ ആയിരുന്നു, നല്ല സ്ഥലമായിരുന്നു. ഏതൊക്കെ സിനിമ റിലീസ് ആണോ നോക്കാം, ഇവിടെ പോണ്ടേ നോക്കാം. സൂപ്പറാണ്, നല്ല സിനിമയാണ്. കുഴപ്പമില്ല. സെക്ഷിയാണ് പെണ്ണ്, അവള് സെക്ഷിയാണ്. കിരൺ പെരേര സൂപ്പറാണ്. കേരളത്തിൽ ഇന്ന് വരെ നമ്മ കൊളിയും പറയും. അലൻ ജോസ് പെരേര കണ്ട എപ്പോഴെങ്കിലും ഈ പുള്ളിക്കാരന്റെ വീടിന്റെ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. തിരുവല്ല കോപ്പിറൈറ്റ് അടിക്കും. ഭയങ്കര കാറ്റാണ്. ഇപ്പൊ എൻ്റെ പേരാണ് ആദിത്യൻ, പക്ഷേ എല്ലാവരും KJ എന്ന് വിളിക്കും. എനിക്കും അതാണ് ഇഷ്ടം. അപ്പോൾ അടുത്ത ആളെ നമുക്ക് പുറകിരിക്കുന്ന അലൻ ജോസ് പെരേരയുടെ പരിചയപ്പെടാം. ഒറിജിനൽ പേര് പറയാം. എൻ്റെ പേര് എൻ്റെ പേരാണ് ഷാജി. കിരൺ സോറി തന്തേ മാറ്റി. കിരൺ ഷാജി ഗായ്സ്. ഇതാണ് പരിചയപ്പെടുത്തു. ഇത് അറുപത് നമ്മുടെ ചേട്ടനാണ്, നമ്മുടെ സ്വന്തം ചേട്ടനാണ് ബൈ ചേട്ടൻ. സിമ്പിൾ മെച്യൂരിറ്റി തേരാളി അങ്ങനെ ഒന്ന്. നമ്മുടെ തേരാളിയാണ് നമ്മുടെ വഴികാട്ടി. നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു ഗൈസ്. ഇനി നമ്മൾ പൂഞ്ചിറന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാണ്. അവിടെ എന്താ
അങ്ങോട്ട് വന്നേ. വഴി എത്തിപ്പോയി. പോകാനാണെങ്കിൽ ഇനിയും പോകാണ്ട് ഗൈസ്. അത് മൊത്തം ഈ വന്ന കയറ്റം തന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങാനുണ്ട് ഗൈസ്. അവിടെ ചിലപ്പോൾ പോവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. പോകും ഗൈസ്, പോകും. നമ്മളെല്ലാം ഒരു പാറയുണ്ട് ഇവിടെ ഗൈസ്. അങ്ങ് നീണ്ട് കിടക്കുകയാണ് ഗൈസ്. കോളാണോ ഒന്നും കാണാനും പറ്റത്തില്ല. വരാറേ ഗൈസ്. എന്താണ് ഗൈസ് പറഞ്ഞാൽ ഞാൻ മടുത്തു. നീ പറഞ്ഞു പൂഞ്ചിറനെ പറ്റി ഇത് പറ. പൂഞ്ചിറ എന്താണ്? ഈ സ്ഥലത്ത് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വരാൻ കാരണം ഞാൻ കേട്ടിട്ടുള്ളത് എന്താണ്, താഴെ നമ്മൾ കണ്ട ലേക്കിൽ ഇല വീഴത്തില്ല, അങ്ങനെ വീണാൽ പെട്ടെന്ന് കാറ്റടിച്ചുകൊണ്ട് പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് ഇത് വീഴാത്ത പൂഞ്ചിറല്ലേ എന്തിനാണ് ഇത് വലിയ പൂഞ്ചിറ? ഇട്ടവനോട് ചോദ്യം. ഇട്ടവനോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതല്ല. ഇത് നമ്മളറിഞ്ഞ ഇതാണ് കോട്ടയത്തെ പഴയ വയർലെസ് പോലീസ് സ്റ്റേഷൻ. പൂഞ്ചിറയിലെ മെയിൻ പ്രത്യേകത